ഹലോ ഗൈസ്, നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ അറിയാം, രാവിലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 800 പോയിന്റ് ഗ്യാപ് ഡൗണിലായിരുന്നു. പക്ഷെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:07 ആയപ്പോഴത്തേനും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 582 പോയിന്റോളം ഗ്യാപ് ഡൗണിലാണ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ ലൈനുകൾ തന്നെയായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. 23,800, 24,000. മാർക്കറ്റ് ഒരു 532 പോയിന്റോളം ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തെങ്കിലും വീണ്ടും താഴേക്ക് പോരാനൊരു ചാൻസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു പി ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യാനായിട്ടിരുന്നത്. മാർക്കറ്റ് പിന്നീട് കുറച്ച് മുകളിലോട്ട് പോവുകയും ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. കാരണം 24,000 അത് എത്തുന്നില്ല. അവിടുന്ന് റിട്ടേൺ അടിച്ചപ്പോഴത്തേന് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു 24,000 മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്. സോ നമുക്ക് അവിടെ ഏകദേശം 60 പോയിന്റോളം ഈ രണ്ട് ക്യാൻഡിലായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ 23,800 PE ആണ് എടുത്തത്. ഏകദേശം 195 പ്രീമിയത്തിൽ എടുത്തിട്ട് 255 ഇല്ലെങ്ങാണ്ടാണ് നമ്മൾ സെല്ല് ചെയ്തത്. 270ഓളം വരെ അത് പോയിരുന്നു. നമ്മൾ 255 ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു. പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. 55 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു ട്രേഡേ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിന്റെ ആ മൂവ്മെന്റ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നമുക്ക് പിയുടെയോ സിയുടെയോ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ലാതെ വോളറ്റൈൽ അടിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു. സോ നമ്മൾ പിന്നീട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രേഡേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 2:30 ആയതോടുകൂടി മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോവുകയും 24,000 ക്രോസ് ചെയ്ത് 24,073 വരെ എത്തുകയും പിന്നെ താഴെ 24,005 എത്തുകയും 24,028 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇന്ന് ഇവിടുത്തെ ഈ രണ്ട് ക്യാൻഡിൽ ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയം നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ഒരു ട്രേഡിൽ മാത്രമാണ് ചെയ്തത്. ഇനി നാളത്തെ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ യുദ്ധത്തിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ന്യൂസിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് എപ്പോഴും പോകുന്നത്. എങ്കിലും നമ്മുടെ ലെവലുകൾ മാത്രം ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മെയിൻ ലെവൽ നാളെ 24,000 ആണ്. 24,000 മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയും ഒരു അപ്വേർഡ് കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ 24,000 താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് അവിടെ ഒരു എൻട്രി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നാളെ ഒരു ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും 24,000-നും 23,800-നും ഇടയിലാണെങ്കിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ 23,800 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. 23,800 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് നമുക്ക് 24,000 വരെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 23,800 സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ അതിന് താഴെ നമ്മുടെ അടുത്ത സപ്പോർട്ട് ഇന്നത്തെ ലോ ആണ് നമ്മളിവിടെ ഡോട്ടർ ലൈനായിട്ട് കൊടുത്തേക്കുന്നത്. 23,695, 23,700 ഒരു ലൈൻ 23,700 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത നമ്മുടെ സപ്പോർട്ടായിട്ട് വരുന്നത് 23,541. അടുത്ത സപ്പോർട്ട് 23,500. 23,500 വരെയാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് പറയുന്നത്. 23,500 പൊട്ടിയ 23,300 ഇത്രയാണ് നമ്മുടെ താഴോട്ടുള്ള സപ്പോർട്ട്. മുകളിലോട്ടാണെങ്കിൽ നല്ലൊരു അപ്വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് നമ്മളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുള്ളൂ. അല്ലാത്ത എല്ലാം നമ്മൾ ഒരു പി വ്യൂ ആണ് നമുക്കുള്ളത്. 24,000 നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്ത ഒരു ബുള്ളി സെറ്റപ്പ് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് നമ്മൾ 24,143, 141. സെക്കൻഡ് ടാർഗറ്റ് 24,306. തേർഡ് 24. ഈ ലൈൻ നമുക്കിനി വേണ്ട. 24,403. ഈ ലൈനും നമുക്കിനി വേണ്ട. 24,400 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,500 ഈ ലൈന് നമുക്ക് മാറ്റാം. ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് വ്യൂ നാളത്തേക്കായിട്ടുള്ളത് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പം ഒരു പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും പറയുന്നതിനൊരു പരിമിതി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാളത്തെ വ്യൂ
ഇന്ന് വൈകിട്ടാണ് പറയുന്നത്. നാളെ രാവിലെ വരെ ഗിഫ്റ്റ് നിഫ്റ്റി ഓടുന്നുണ്ട്. സോ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി അനുസരിച്ച് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു അപ്ഡേഷൻ തരാൻ വേണമെങ്കിൽ നമ്മളൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കോൾസ് അല്ലെങ്കിൽ ഇന്ന സ്ട്രൈക്ക് പ്രൈസ് എടുക്കണം, കോള് പുട്ട് എടുക്കുക, അങ്ങനെയൊന്നും അല്ല നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ചില അപ്ഡേഷനുകൾ മാത്രം. ചിലപ്പം ഒരു OA അനാലിസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരു നല്ല എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റി, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, അങ്ങനെയൊക്കെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ടും ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നതിനായിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊരു കോളോ പുട്ടോ ഒന്നും അല്ല നൽകുന്നത്, നമ്മുടെ വ്യൂസുകൾ ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക് യു.